ജാസോടോ എൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റാസ് ഉണ്ട്, എൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. താൻ വിചാരിച്ച അവൾ പുറത്തേക്ക് വരും. ഒന്ന് ട്രൈ ചെയ്യൂ. ആ ഓക്കെ ജാസു, ഓക്കെ. ശരിയാവും. പെട്രോൾ അടിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. അവളെന്ത് സെൽഫിഷാണ്. വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, തിരിച്ചു വിളിക്കണില്ല. എൻ്റെ ഫോണാണ് സ്വിച്ച് ഓഫ്. ഊരട്ടെ എന്ത് എൻജിൻ ഫക്രു ഇയാളെ പണിയെടുക്കാനാണ് എന്റെ വണ്ടി എടുത്തോണ്ട് പോകട്ടാ. ശരിയാക്കാം. നീ ചാരില്ല അഴുക്കാവും. ശരിയാക്കാട്ടോ. വിട്ടിട്ട് പോടോ കളി. ഞാൻ പറയണത് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇതൊക്കെ മേടിച്ച് തല വെക്കുമ്പോ ഇനി ഷഡ്ഡി ഊരിക്കൊണ്ടോണ്ട് സൂക്ഷിച്ചോ. ഓ, ഞാൻ ഊരിക്കൊണ്ടുവന്ന കൂട്ടത്തിൽ നീയെ കുറെ തിന്നിട്ടുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ എന്നെ നീ ഇവിടുന്ന് സെൻറ്റി അടിക്കാണ്ട് അവളുടെ അടുത്ത് പോയി സെൻറ്റി അടിക്കി. ചിലപ്പോൾ കാര്യം നടക്കും. സെൻറ്റി ഒന്നും അടിച്ച് ശരിയാവില്ല. എനിക്ക് എൻ്റെ ഫോൺ കിട്ടിയാൽ മതി. ഫോൺ കിട്ടിയാൽ മതിയാ? ആ, ചോദിച്ചാ പോരെ. താജുമ കൊണച്ച കോമഡി അടിക്കരുത്. താൻ ഒറ്റ ഒരുത്തം കാരണം ഞാനിപ്പോ ഈ അവസ്ഥയിൽ ഇവിടെ ഇരിക്കണത്. ഞാനാ? അവളെവിടെ ഉണ്ടാവും? എന്തിനാ അവളെവിടെ ഉണ്ടാവും? തപ്പം നിങ്ങളിപ്പോ എന്തായി നമ്മള് പോയി നോക്കാൻ. നീ വന്നേ, ഒന്നും നോക്കാനില്ലെന്ന് കളിക്കത്തിട്ട് എൻ്റെ അടുത്ത് കയറ്. ആശാനെ എവിടെ പോണു? ഇപ്പൊ ഒരാടെ നിന്റെ മൈലേജ് നോക്കിട്ട് വരാം. ഹെൽമെറ്റ് നോക്കട്ടെ. എന്താണത്? ഹെൽമെറ്റ് നോക്കട്ടെ. ശരിയാക്കി തരാടാ. ഇപ്പൊ വരൂ. പോരാടാ. വണ്ടി പെട്രോൾ ഉണ്ടോ? എടാ രഘു, ശരിക്കും അത് അവള് തന്നെയാണ്. വെറുതെ ഇല്ലാത്ത വയ്യാവലൊന്നും പിടിച്ച് തലയിൽ കയറ്റരുത്. ഈടോ അവളുടെ കഴുത്തിലൊരു കാക്കപ്പുള്ളി ഉണ്ടോ? എനിക്ക് നല്ല ഓർമ്മയത്. ഓഹോ. ഹലോ കുട്ടി, എലിനെ കണ്ടു കുട്ടി? അകത്തുണ്ട്. ഓക്കെ എലി. ആ തേ ജസു, ഞാൻ പോവാ. എലി, എൻ്റെ ഫോൺ തന്നെ. നീ ചുമ്മാ തമാശ കളിക്കില്ലേ? നീ തമാശക്കാണോ ഇന്നലെ അബി എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? ആണോ? അതിപ്പോ സമയം കളയണ്ട. എല്ലാം നിർത്തിയില്ലേ? ഫോൺ കൊടുത്തേക്ക്. താനല്ലേ ഫക്രു? താനൊക്കെ പുഴുത്ത ചാവൂടാ ദ്രോഹി. ഇവളൊക്കെ വിട്ടെന്ന് നിന്റെ ഭാഗ്യം ഉണ്ടാ? വായിലിരിപ്പണ്ടാ? നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നെ വെറുതെ വിട്ടേക്ക്. എല്ലാം ഒരേ കണക്കാണല്ലോ. ഇന്നലെ നീ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയപ്പോ എനിക്ക് എന്തോരം വിഷമായെന്ന് അറിയോ അബി? അയ്യോ, കറന്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഓക്കെ നീ ഒന്ന് ചോദിച്ചോ? നിനക്കൊക്കെ ഫോൺ എന്തിനാ എനിക്ക് മനസ്സിലാവുണ്ട്. ഞാൻ തന്നില്ല, നീ പോ. നിന്നോടാണ് എന്റെ ഫോൺ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ചെക്ക് ചെയ്തോണ്ടല്ലേ എനിക്കൊക്കെ മനസ്സിലായേ. കുട്ടി നീ പോട പട്ടി. പട്ടീന്നാ? എന്നെ ഞാൻ പോലും വിളിച്ചിട്ടൊരു പട്ടീനെ പട്ടീന്ന്. പോയി എടി, എന്റെ ഫോൺ തന്നെ. ദേഷ്യം ഞാൻ മേടിച്ചോളാം നിന്റെ ഫോൺ. താനിത് എങ്ങോട്ട് പോണേ? നീ വാ. എന്താ ചെയ്യാൻ പോണേ? എടോ, അവൾ ഫോൺ തരില്ല. അതേതോ മാലവറി വെച്ചാണല്ലോ. വെച്ചുപിടി, വേഗം. ഇത്ര ഉള്ളു സ്പീഡ്. ഇവന്മാരൊക്കെ ഒന്നാം തരം ബൈക്കൊക്കെ ആയിട്ടാ. അച്ഛനാണ് വീട്ടിലിരുന്നൂടെ? നമ്മളോട് ചെന്ന അച്ഛനാണ് പിടിച്ച നല്ല ഇടി കിട്ടും. മൂക്കിലിട്ട് കിട്ടും ഇടി. പോണ പോക്ക്. എന്തെങ്കിലും ഐഡിയ മനസ്സിലുണ്ടോ? പെട്രോൾ അടിക്കാൻ കയറിയല്ല. പെട്രോൾ പിടിക്കാൻ ഇടവഴിയൊക്കെ അവൻ കയറി ഓടുക. കുഴപ്പമില്ല സാർ, ഞാൻ എടുത്തോളാം. വീണതാണ് സ്റ്റാൻഡിൽ. വേണ്ട പിടിച്ചാ വണ്ടി കയറി. ഫോൺ മോഷ്ടിക്കണം. കൂട്ടാൻ വേണ്ടിയാണ് സാർ. തമാശക്കാണ് സാർ. തമാശക്ക് ഫോൺ മോഷ്ടിക്കും. സീരിയസ് ആണെങ്കിൽ ബാങ്ക് മോഷ്ടിക്കല്ല. എന്തിനാണ് ഫോൺ മോഷ്ടിച്ചത്? കൂട്ടാരത്തിനാണ് സാർ. എന്താണ് എന്റെ പേര്? വിളിച്ച നിക്കാൻ പാടില്ല. കാണിച്ചു തരാടാ. എന്തെടുക്കാൻ പോയാണ്? തോക്കാണ്. അതെ രഘു, ഒരു മിനിറ്റ് സാർ വിളിക്കണ. ചോര ഒരു ഐഡിയ. എന്താണ്? എന്തെങ്കിലും കേൾക്കുന്നതിന് മുന്നിട്ട് ഒരു ചാടകം ചെയ്യരുത്. കാര്യം പറ. തനിക്ക് ഇർഫാൻ സാറിന്റെ ഫോൺ വേണോ? അത് ഇവരെ കൊണ്ടെടുപ്പിച്ചാലോ? അത് നീ അറിയാം, നമുക്കറിയില്ലോ. അറിയണ്ടല്ലോ, അതല്ലേ നമുക്ക് വേണ്ടത്. നോക്ക് അവന്റെ മുഖത്ത് എന്തൊരു ഐശ്വര്യം ഒന്ന്.
എന്താടാ ഒന്നുമില്ല. എന്താടാ നിന്റെ പേര് ഫക്രു. എന്തോന്ന് ഫക്രുദ്ദീൻ, ഫക്രുദ്ദീൻ. ഫക്രുദ്ദീൻ. എന്ത് നല്ല പേര്. നീ ഫോൺ മോട്ടിക്കടാ. ഇല്ല സാർ. ഇല്ലേ? ഇല്ല. ഇതെന്താ? വേണ്ട, മോഷ്ടിക്കണോ? ചുമ്മാ അവൻ ചെയ്യും. ഇന്നെങ്ങാനും വരുമോ? ഒറ്റക്ക് തിന്നോട്ടോ. ശരിയാണ്. ആശാന്റെ വണ്ടി പേടിയുണ്ടോ? ഇറങ്ങിക്കൂടെ കടന്ന് ഒരുമാതിരി കൂടെ നിന്നിട്ട് മുങ്ങിക്കളയുന്ന പരിപാടിയാണ് എനിക്ക് കരുതിട്ടാ. പരിപാടി അച്ഛനായതുകൊണ്ടല്ലേ? പറഞ്ഞുകൂടായിരുന്ന കൂട്ടാനത് പറഞ്ഞുകൂടായിരുന്നു അച്ഛൻ്റെ അടുത്ത്. ഞാൻ നിന്റെ കൂടെ അവിടെ വന്നിരുന്നെങ്കിൽ അപ്പോൾ എന്റെ നോട്ടം ലൂര് എടുത്തേന്. ഫോൺ തട്ടിപ്പറിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു. ഇപ്പൊ അതായി കാര്യം. എനിക്ക് കിട്ടിയപ്പോ എനിക്ക് മാത്രം കിട്ടി. ഞാനിപ്പോ ബൈക്ക് മോഷണമായി, മാലവറയിനായി, കള്ളനായി. നിന്റെ അച്ഛൻ വേറെ ജോലി കൂടി തന്നിട്ട് എനിക്ക് അറിയോ? ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവൻ പറഞ്ഞില്ല കാര്യമൊന്നും. പോയി ബിരിയാണി മേടിക്കട. എന്തോക്കിക്കണ രണ്ടെണ്ണല്ലേ ആശാന്റെ പിന്നെ ബൈക്ക്? ഇത് ഇവരുടെ അച്ഛൻ ചോദിക്കി. ഇവന്റെ അച്ഛനെ എടുത്തു പോയത്. ചേട്ടൻ എനിക്ക് വീട്ടിൽ പോണം. ഒന്ന് പോർക്കാന്ന് നിന്റെ ബൈക്ക്. നോക്ക്, ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? ഈ സിഐയുടെ ഫോൺ അടിച്ചു മാറ്റാന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അതെ, നല്ല ഇടി ഇനിയും കിട്ടും. ഉറപ്പായിട്ടും. അതിന് നീ എന്തിനാ കരയണ? കരയണല്ല, കണ്ണിന്ന് വെള്ളം തന്നെയാണ്. അതിൽ ചോദിച്ചു എന്തിനാ കരയണേന്ന്. എനിക്ക് മനസ്സിലാവത്തെ. ഇത് അവർക്ക് തന്നെ ചോദിച്ചാ പോരെ? അത് തന്നെ എനിക്ക് അപ്പൊ തോന്നിയത് തന്നെ. ഇവരൊക്കെ ഒരുമിച്ചാ വർക്കിന്, ഇവരൊക്കെ അങ്ങോട്ട് ചോദിച്ചാ പോരെ. പിന്നെ നിന്റെ അച്ഛനോട് പറയുന്നില്ലട്ടാ, ഇയാൾക്ക് മിണ്ടാനും പറ്റില്ല, മിണ്ടാതിരിക്കാനും പറ്റില്ല. അടിയോട് അടിയാണ്. എന്താണ് ഇങ്ങനെയുണ്ട് ജീവികള്? നമുക്കിതിലൊരു കാര്യം ആലോചിച്ച് തീരുമാനിക്കണോട്ടാ. ഫക്ർ ഭായ്, ഇതൊന്ന് ആലോചിക്കണം. അതേടാ, നമുക്ക് ആലോചിക്കണം. എനിക്ക് 2 ദിവസത്തെ ചെറിയ ഡ്രോയിങ് ബാക്കിയുണ്ട്. ഞാൻ പോയിട്ട് വരാം. നീ വരുന്നോ? ആ, ഞാൻ ലഡു. ഓ ബാ. ഓ ഓ ഓ സന്തോഷമുണ്ട്. എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. കിളി, എനിക്ക് കുറച്ച് സാധനങ്ങൾ ഊരാനുണ്ട്. ആണല്ലേ? ഉരിക്കോ, എല്ലാരും ഉരിക്കോ. എനിക്ക് ഊരാൻ പറ്റില്ലല്ലോ, കാരണം ഞാനല്ലേ പെട്ടിരിക്കണേ.